എങ്ങനെയുണ്ട്? നേടാ എങ്ങനെയുണ്ട്? നല്ല രസമായിട്ട് കണ്ട ചുറ്റുമുണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ അച്ഛനമ്മ കസിനൊക്കെ ആയിട്ട് നയഗ്ര കാണാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ നമുക്കിപ്പോൾ കാണാം. നമ്മളിവിടെ എത്തി, രാവിലെ എത്തി. എല്ലാം പോവാൻ കേവ് ഓഫ് വിൻസ്, മേഡ് ഓഫ് മിസ്റ്റ് ഒക്കെ പോവാണ്. ഈ കാണുന്നതാണ് നയഗ്ര ഫാൾസ്. അപ്പോൾ നയഗ്രയിലത്തെ പാർട്ട് 1 വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നമ്മൾ അടുത്ത ദിവസമാണ്. രാവിലെ എണീറ്റ് ഇവിടെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നയഗ്ര പോവാണ്. ഇതിന് മുന്നത്തെ വ്ളോഗിൽ നമ്മൾ നയഗ്രയിലത്തെ നൈറ്റ് വ്യൂ, ഫയർ വർക്ക്സ് ഒക്കെ കണ്ടു. പിന്നെ നമ്മൾ ആ ഒരു മോർണിംഗ് വ്യൂ, ആ ഒരു റിയൽ ബ്യൂട്ടി കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇവിടെ കുറച്ച് അട്രാക്ഷൻസ് ഒക്കെ ഉണ്ട് കവർ ചെയ്യാനായിട്ട്. നയഗ്രയിൽ ഞങ്ങളിപ്പോൾ അതാ 3ാമത്തെ പ്രാവശ്യമാണ് കേട്ടോ വരുന്നത്. ആദ്യം ഞങ്ങൾ ഒറ്റയ്ക്ക് പോയി, പിന്നെ ഏട്ടൻ്റെ അച്ഛനമ്മ ഇതിന് മുന്നത്തെ വർഷം വന്നപ്പോൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് 3ാമത്തെ പ്രാവശ്യമാണ്. പക്ഷെ എത്ര കണ്ടാലും നമുക്ക് മടുക്കാത്തൊരു സ്ഥലമാണ് ഈ ഒരു നയഗ്ര ഫാൾസ് എന്ന് പറഞ്ഞാൽ. നമുക്കിതിപ്പോൾ കണ്ടാലും ഇനിയും കാണണമെന്ന് പിന്നെയും തോന്നുന്നൊരു സ്ഥലമാണ്. ഒരേ ഒരു പ്രശ്നം, ട്രാവലാണ്. ഞങ്ങളുടെ അവിടെ നിന്ന് ഒരു 7 മണിക്കൂറോളം യാത്രയുണ്ട് ഇവിടേക്ക്. ഇല്ലെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പോയി കാണാമായിരുന്നു. നമ്മൾ കാറ് പാർക്ക് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഫുള്ളൊരു മിസ്റ്റാണ്. ഈ എയറിലുള്ള ഒരു മിസ്റ്റ്. വാട്ടർഫാൾസിൻ്റെ അടുത്തെത്തണ്ട, അതിന് മുന്നേ തന്നെ നമുക്കത് കാണാൻ പറ്റും. ആ വാട്ടർ വീഴുന്ന ഒരു ഫോഴ്സിൽ ഫോം ചെയ്യുന്ന ഒരു മിസ്റ്റാണ്. അത് തന്നെ ഒരു പ്രത്യേക എഫക്റ്റാണ് കാണുമ്പോൾ. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഈ റെയിൻബോ ആണ്. നമുക്ക് കാർ പാർക്കിങ്ങിൻ്റെ അവിടെ തന്നെ ഈ ഒരു റെയിൻബോ കാണാമായിരുന്നു. അത് ഇവിടുത്തെ മാത്രം ഒരു പ്രത്യേകതയാണ്, ഇങ്ങനെ വാട്ടർഫാൾസിൽ ഇതുപോലെ കാണുന്നൊരു റെയിൻബോ. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ഈ ഹോഷു ഫാൾസ് കാണാനാണ് വന്നത്. അപ്പോൾ അതിൻ്റെ അവിടെയാണ് ഈ ഒരു റെയിൻബോ ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കണ്ട് കുറച്ച് നേരം നിന്നു. ഈ നയഗ്ര ഫാൾസ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഫാൾസ് അല്ല, 3 വാട്ടർഫാൾസ് കൂടി ചേർന്നിട്ടാണ് നയഗ്ര ഫാൾസ് എന്ന് പറയുന്നത്. അമേരിക്കൻ ഫാൾസ്, ഹോഷു ഫാൾസ്, ബ്രൈഡൽ വെയിൽ ഫാൾസ്. അപ്പോൾ ഇതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. മുന്നേ ഏട്ടൻ്റെ അച്ഛനമ്മയായിട്ട് ട്രാവൽ ചെയ്തിട്ടുള്ള വീഡിയോയിൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ അതോടെ സൈഡിൽ കൊടുക്കാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് കണ്ടു വെക്കൂ. അപ്പോൾ ഞങ്ങൾ ആദ്യം പോകുന്നത് കേവ് ഓഫ് വിൻസിലേക്കാണ്. അപ്പോൾ കേവ് ഓഫ് വിൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു വാട്ടർഫാളിൻ്റെ ഏറ്റവും അടിഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പോൾ അത്രയും അടി നമ്മൾ താഴെ വന്ന് പിന്നെ അവിടെ നിന്ന് കയറി ആ ഒരു അതിൻ്റെ അടുത്തേക്കൊക്കെ പോകാനുള്ള സൗകര്യമുണ്ട്. കുറേ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പം അത് കാണാനാണ് നമ്മൾ ആദ്യം പോകുന്നത്. അതെ അതെ. നമ്മൾ നേരെ പോകുന്നത് വെള്ളച്ചാട്ടത്തിൻ്റെ അടിഭാഗത്തേക്കാണ്. അപ്പം അവിടെ നിന്ന് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. സ്റ്റെപ്സ് കയറി നമുക്ക് ഒരുവിധം അടുത്ത് വരെ പോകാൻ പറ്റും. അപ്പം അത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. നമുക്ക് ഇത്രയും അടുത്ത് അവൻ്റെ ഒരു ഫോഴ്സ് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. മെയ്ഡ് ഓഫ് മിസ്റ്റിൻ്റെ ബോട്ടാണ് കാണുന്നത്. അപ്പം അടുത്തത് നമ്മൾ അവിടേക്കാണ് പോകാൻ പോകുന്നത്. അങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിലൊക്കെ നിന്ന് ഒന്ന് കുളിച്ച് കയറിയ പോലെയായി. അത്യാവശ്യം നനഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതാ ഈ കാണുന്നതാണ് ഇപ്പം നമ്മൾ താഴെ കണ്ടതിൻ്റെ ആ ഒരു ടോപ്പ് വ്യൂ. അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിച്ചു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ പോകുന്നത് മെയ്ഡ് ഓഫ് മിസ്റ്റ് കാണാനായിരുന്നു. മെയ്ഡ് ഓഫ് മിസ്റ്റ് ഈ ഒരു ബോട്ട് റൈഡാണ്. അപ്പോൾ ഈ ഒരു ബോട്ടിൽ കയറി നമ്മൾ ഹോഷു ഫാൾസിൻ്റെ ഏകദേശം അടുത്ത് വരെ പോവും. കാണുമ്പോൾ ചുറ്റും വാട്ടർഫാൾസ് ആയിരിക്കും. അതൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് തന്നെയാണ്. നല്ലൊരു ഫീലാണ്. നമുക്ക് അടുത്തെത്തുമ്പോൾ ഒന്നും കാണാൻ പറ്റില്ല, ഫുൾ വൈറ്റ് ആയിട്ടുണ്ടാവും. എങ്ങനെയുണ്ട്? വേണ്ട അച്ഛ, എങ്ങനെയുണ്ട്?
നന്നായിട്ടുണ്ട്. നല്ല രസമുണ്ട്. അതങ്ങനെയാ, അതൊന്നും കാണില്ല. അച്ഛൻ പറയാം ഒന്നും കാണാൻ പറ്റില്ല. കണ്ട ചുറ്റുമുണ്ട്. ഇത് കണ്ടിരിക്കേണ്ട ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. ആ വാട്ടർഫാൾസിൻ്റെ അടുത്ത് വരെ നമുക്ക് പോകാൻ പറ്റും. അത് നല്ല രസമാണ്. അപ്പോൾ ഇതാ ഒരു പിങ്ക് കളറുള്ളത് കാനഡ സൈഡിൽ നിന്നുള്ള ആൾക്കാരുടെ ബോട്ടാണ്. അവർക്ക് ഏകദേശം ഇതുപോലെ അവിടം വരെ കൊണ്ടുപോകും. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് കുറച്ച് സമയം കൂടി ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തു. പാർക്കിലൊക്കെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് തിരിച്ചു പോന്നു. ഇവിടെ നിന്ന് ഏകദേശം 7 hours ഡ്രൈവ് ചെയ്തിട്ട് വേണം ഞങ്ങൾക്ക് തിരിച്ചു വരാനായിട്ട്. എന്താ ഓപ്പോസിറ്റ് കാണുന്നത് കാനഡയാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും ഒരു നയാഗ്ര ഫാൾസിൻ്റെ യഥാർത്ഥ ഭംഗി കാണണമെങ്കിൽ കാനഡ സൈഡിൽ നിന്ന് കാണണം എന്ന് പറയാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല. അവിടെ നിന്നുള്ള ഒരു വ്യൂ, ഒരു ഫ്രണ്ട് വ്യൂ നമുക്ക് നന്നായിട്ട് കിട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ അതായത് കാനഡയിലേക്ക് പോകുന്ന ബ്രിഡ്ജാണ്. അപ്പോൾ ഇതിൻ്റെ അവിടെ ഒരു ഗേറ്റ് ഉണ്ട്, ഒരു ബോർഡർ ഗേറ്റ് ഉണ്ട്. അവിടേക്ക് നമ്മൾ പോയില്ല. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് വിസയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പോകാൻ പറ്റും. കാനഡയിലേക്ക് റോഡ് വഴി പോകാൻ പറ്റും. അപ്പോൾ ആ ഒരു ബ്രിഡ്ജാണിത്. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ അടുത്താണ് കാർ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ജസ്റ്റ് കവർ ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നയാഗ്ര ഫാൾസിലെ കാഴ്ചകളൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.